വെൽക്കം ബാക്ക് ടു ബിസ്മീസ് ഫുഡ് വേൾഡ്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള കസ്റ്റാർഡാണ്. ഫ്രൂട്ട് സലാഡൊക്കെ വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ പൗഡർ എടുത്ത് അതിലേക്ക് കുറേശ്ശെ തണുത്ത പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ആയ ശേഷം അതിലേക്കൊരു 3 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ആയ ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഞാനൊരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. അതിലേക്കൊരു 2 നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആയ ശേഷം മാറ്റി വെക്കണം. വേറെ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുക. പാൽപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമല്ല. ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അതിലേക്ക് കുറേശ്ശെ പാൽ ചേർത്ത് ഇളം ചൂടുള്ള പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആയ ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായി മിക്സ് ആയ ശേഷം മാറ്റി വെക്കുക. ഇനി ഒരു പാനിൽ 1 ലിറ്റർ പാലൊഴിച്ച് ഒന്ന് തിള വരുന്ന സമയത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ച് വെന്ത് വരുന്ന സമയത്ത് ഇത് ലൂസായ കസ്റ്റാർഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല തിക്കായ കസ്റ്റാർഡാണ് ആവശ്യം വെച്ചാൽ ഒരു അര കപ്പ് കോൺഫ്ലവർ പൗഡറോ അല്ലെങ്കിൽ 3/4 കപ്പിൻ്റെ അടുത്ത് കോൺഫ്ലവർ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാം. എൻ്റേത് കുറച്ച് ലൂസായിട്ടുള്ള കസ്റ്റാർഡാണ്. ഇതിലേക്കൊരു 1 കപ്പിനടുത്ത് 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ക്യാമറ പിടിക്കാൻ വിട്ടുപോയതാണ്. ഒരു ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലവർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി കലക്കിയ ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം അതിലേക്ക് മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും കൂടി ചേർത്ത് വെച്ച മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചൂടാറിയ ശേഷം ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം.
നല്ല തണുത്ത കസ്റ്റാർഡും ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരം നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലൊരു 3/4 കപ്പാണ് ചേർത്തത്. ഇനി ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് ആപ്പിൾ ഒരു വലുതും ഒരു ചെറുതും അങ്ങനത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം ഒരു കപ്പ്, കറുത്ത മുന്തിരി ഒരു 1/2 കപ്പ്, പച്ചമുന്തിരി ഒരു 1/4 കപ്പിൻ്റെ അടുത്ത്, പിന്നെ കുറച്ച് ചെറീസും ഒരു 2 ടേബിൾ സ്പൂൺ ചെറീസും ഒരു 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ എടുത്തത്. നട്ട്സ് വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ നേന്ത്രപ്പഴം കട്ട് ചെയ്തതും പൈനാപ്പിൾ കട്ട് ചെയ്തതും. പൈനാപ്പിൾ ഒരു 1.5 കപ്പ് ഉണ്ടാവും, നേന്ത്രപ്പഴം 1 കപ്പ്. ഇത് രണ്ടും ഷുഗർ സിറപ്പിലൊന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിളിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് 1/4 കപ്പ് പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. പഴം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ പച്ചൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് പഴം ഞാനൊന്ന് ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര മെൽറ്റ് ആവണ വരെ ഒന്ന് മിക്സാക്കിയ ശേഷം അതിൽ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും ചൂടാറാൻ വെക്കണം. പൈനാപ്പിൾ വേവിക്കുന്നത് ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. ഇനി തണുത്ത കസ്റ്റാർഡ് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് മാറ്റാം. കുറച്ച് തിക്കായതാണെങ്കിൽ നമുക്കൊരു ബൗളിലെടുത്താൽ മതി. ഇത് കുറച്ച് ലൂസായ കസ്റ്റാർഡ് ആയതുകൊണ്ട് ഞാൻ ഓരോ ജ്യൂസ് ഗ്ലാസ്സിലേക്കാണ് എടുത്തത്. ഇനി ഓരോ സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് ചെറീസ് ഓരോന്നും ആഡ് ചെയ്ത് ടൂട്ടി ഫ്രൂട്ടി കൊണ്ടും അലങ്കരിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.